വെറും 3 നൂറ്റാണ്ട് മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ ബീഫ് കഴിച്ചാൽ മനുഷ്യനെ തൂക്കിക്കൊല്ലുമായിരുന്നു. 1653 കേരളത്തിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ 2 ഡച്ച് പട്ടാളക്കാരെ വധിക്കുവാൻ ഉത്തരവിറക്കിയിരുന്നു. പിന്നീട് പുറക്കാട് രാജാവ് ഇടപെട്ട് ഇതിലൊരാളുടെ വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ബീഫിന്റെ ആഗോള തലസ്ഥാനമായി കേരളം മാറിയത്? അതൊരു വലിയ കഥ പറഞ്ഞുതരാം. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം AD 1500 മാർച്ച് 9 പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് പെട്രോ അൽവാരിസ് ഗബ്രാൾ തന്റെ കപ്പൽ പടയുമായി കേരളം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ആഫ്രിക്കൻ തീരത്ത് വെച്ചുണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും പെട്ട് കപ്പലുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ച് കേടുപാടുകളോടെ ഒടുവിൽ ആമസോണിന്റെ തീരത്ത്, ഇന്നത്തെ ബ്രസീലിന്റെ തീരത്ത് ഒരു ആദിവാസി ഗ്രാമത്തിൽ എത്തപ്പെട്ടു. ആദ്യം ചില ഉരച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പോർച്ചുഗീസ് നാവികരും ആമസോണിലുണ്ടായിരുന്ന ആദിവാസി സമൂഹവും പെട്ടെന്ന് തന്നെ ചെങ്ങാത്തത്തിലുമായി. കപ്പലുകൾ നന്നാക്കിയെടുക്കുന്ന അത്രയും കാലം ഈ ആമസോണിൽ ജീവിച്ചേ മതിയാകുകയുള്ളൂ. കൊടുങ്കാറ്റിൽ പെടുന്ന സമയത്ത് ഇവരുടെ കയ്യിലുണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ലൊരു ശതമാനവും നശിച്ചു പോയിട്ടുമുണ്ടായിരുന്നു. ഇനി ദ്വീപിലെ ഭക്ഷണങ്ങൾ കഴിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കേരളത്തിലോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ദ്വീപിൽ നിന്ന് ഭക്ഷണങ്ങൾ ശേഖരിക്കുകയും വേണം. ഈ ബ്രസീലുകാരുടെ പ്രധാന കൃഷി മരച്ചീനി അഥവാ കപ്പയായിരുന്നു. മനോഹരമായൊരു സായാഹ്നത്തിൽ പോർച്ചുഗീസ് നാവികർ തങ്ങളുടെ നാട്ടിൽ നിന്നും ഉപ്പിട്ടുണങ്ങിയ ഉണക്ക ഇറച്ചികൾ ബാരലുകൾ തുറന്ന് പുറത്തെടുത്തു. ആ കാലങ്ങളിൽ ബ്രസീലിലുണ്ടായിരുന്ന ആദിമ നിവാസികൾ കപ്പ ചുട്ടു തിന്നുകയോ പുഴുങ്ങി തിന്നുകയോ ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ മലയാളികളെ കറിവെക്കാൻ പഠിപ്പിച്ച പോർച്ചുഗീസ് നാവികർ തങ്ങൾ കൊണ്ടുവന്ന ഉണക്ക ഇറച്ചി കൊണ്ട് നല്ലൊരു സ്റ്റൂ ഉണ്ടാക്കുകയും ആദിമ നിവാസികൾ കപ്പ ചുടുകയും പുഴുങ്ങിയെടുക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒന്നിച്ച് കഴിച്ച പെട്രോ അൽവാരിസ് ഗബ്രാൾ പറഞ്ഞു, ഹടാ മോനെ, എന്നടാ രുചി. കാറ്റിൽ വർഗത്തിൽപ്പെട്ട ജീവികളൊന്നും തന്നെ ഇല്ലാതിരുന്ന ആമസോൺ വനാന്തരത്തിൽ വെച്ച് അങ്ങനെ പോത്തും കപ്പയും പ്രണയിതാക്കളായി. പിന്നീട് പാചകത്തിന്റെ പലവിധ പരീക്ഷണങ്ങളാണ് ആമസോൺ വനാന്തരങ്ങളിൽ നടന്നത്. കപ്പയും ബീഫും അവർ ഒന്നിച്ചു കുക്ക് ചെയ്തു. തങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാതിരുന്ന മുളക് വർഗ്ഗങ്ങൾ ചേർത്ത് രുചി വരുത്തി. കടലിൽ നിന്ന് ഉപ്പ് വേർതിരിച്ച് ഉപ്പ് ചേർത്ത് ആദിമ നിവാസികളുടെ മുന്നിൽ രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പി. അങ്ങനെ കപ്പയും ബീഫിന്റെയും ചരിത്രം അവിടെ ഒന്നിച്ചു കുറിക്കപ്പെട്ടു. അതേ, ആമസോണിൽ കൂടെ ഇങ്ങനെ കുമ്പളപ്പം നിന്നോണ്ട് നടന്നാൽ പോരാ, നമുക്ക് തിരിച്ച് കേരളത്തിൽ പോകണം. വാസ്കോഡ് ഗാമ ആരംഭിച്ച ട്രേഡ് റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഈ പോർച്ചുഗീസ് നാവികർ തുടർന്ന് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. വേട്ടയാടിയും കപ്പ പുഴുങ്ങി ഉണങ്ങി ചെത്തി ബാരലുകളിൽ നിറച്ചും അവർ ആമസോണിനോട് ബൈ ബൈ പറഞ്ഞ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിൽ ഇവർ വന്നിറങ്ങിയതാകട്ടെ കോഴിക്കോട്. ഇവിടെ കലാപമാണ് ഗൈസ്. കോഴിക്കോട് ആ സമയത്ത് സാമൂതിരിയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കോഴിക്കോട് ഒരു തരത്തിൽ നിൽക്കാൻ പറ്റാതെ വന്നതോടുകൂടി പെട്രോ അൽവാരിസ് ഗബ്രാൾ തന്റെ കപ്പൽ പടയെ നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു. കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ ഉറ്റ സുഹൃത്തും. കൊച്ചിയിലെ ഫോർട്ട് മാനുവലിൽ എത്തപ്പെട്ട പെട്രോ അൽവാരിസ് ഗബ്രാളും ടീമും ഒരു ക്രിസ്മസ് രാവിൽ തങ്ങൾ ആമസോണിൽ നിന്നും കൊണ്ടുവന്ന നല്ല കപ്പയും അറുത്ത കാളക്കുട്ടിയും കൂടെ ചേർത്ത് ഒന്നിച്ചൊരു കപ്പ ബിരിയാണി കൊച്ചിയിൽ, നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാക്കി. ആ ക്രിസ്മസ് രാവിനെ ആഘോഷം കൊണ്ട് പുളകം കൊള്ളിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ കപ്പയും ബീഫിന്റെയും കോംബോ പിറക്കുന്നത്. ഈ ഒരു സമയത്തും കേരളത്തിലെ മറ്റു ഒരു നാട്ടുരാജ്യത്തിലും ബീഫ് കഴിക്കുന്നവൻ ജീവനോടെ ഇരിക്കുകയില്ലായിരുന്നു. പക്ഷെ കൊച്ചിക്കാരങ്ങനെയല്ല. അവരെന്ത് കഴിക്കണമെന്ന് അവരായിരുന്നു അന്നും ഇന്നും തീരുമാനിക്കുന്നത്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ആ ബീഫ് കപ്പ കോംബോ കേരളം മുഴുവൻ അങ്ങ് പടന്നു പിടിച്ചു. ഇന്ന് മലയാളികളുടെ വികാരമായ കപ്പയും ബീഫും അത് കേരളത്തിൽ ആദ്യം കൊച്ചിയിൽ പിറവിയെടുത്തു എന്ന് കരുതപ്പെടുന്നു. കപ്പയും ബീഫും ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ ചങ്കുകൾക്ക് വീഡിയോ അയച്ചു കൊടുക്കണം. അതുപോലെ ഇനി കപ്പയും ബീഫും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.